അങ്ങനെ ജിം ഫാമിലി ഓരോ ദിവസം ഓരോ മെഷീന്റെ മേലെ കൂടി കേട്ടോ. ഇന്ന് ഞാൻ ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം പോയിട്ട് അതിലൊന്ന് പിടിച്ചും തലോടിയും തൊട്ടൊക്കെ നോക്കിയപ്പോ നല്ല സെറ്റപ്പ് സംഭവമാണ്. സാവ വന്ന് കാണിച്ചു തന്നു, ഉണ്ണിക്കൂട്ടം വന്ന് കാണിച്ചു തന്നു. എനിക്കതൊന്നും വലിയ രസത്തിൽ തോന്നിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ട്രെയിനറേയും കാത്തു നിന്നു കേട്ടോ. ഇവര് പറഞ്ഞു തരുന്നത് സത്യമാണോ, ഇവര് എന്നെ പറ്റിക്കുന്നതാണോ എന്നൊക്കെ ഞാൻ അങ്ങ് വിചാരിച്ചു കേട്ടോ. ഉണ്ണിക്കൂട്ടൻ ദാ വന്നിട്ട് കറക്കി ഇരുന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പനൊക്കെ ഞാൻ വിചാരിക്കുന്നത് വളരെ കൂളായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നാണ്. ബാർബൽ സ്കോട്ടാണ് ഇത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രെയിനർ കാണിച്ചു തന്നിട്ട് ഞാനും ചെയ്യാം, അതേപോലെ തന്നെ ഈസി ആയിട്ട് സംഭവങ്ങളൊക്കെ റെഡി ആവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വലിയ ആളെ പോലെ നോക്കിയിരുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ആ സംഭവം എടുത്ത് പുറത്തേക്ക് അങ്ങ് വെച്ച് മക്കളെ ഒന്നും പറയണ്ടേ, തപ്പട് വിടാൻ മുട്ടിപ്പോയിട്ട് കേട്ടോ. അതേപോലത്തെ ഒരു ബുദ്ധിമുട്ടാണ് വന്നത്. ഇരുന്ന് എഴുന്നേക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെയും തപ്പട് വിടാൻ മുട്ടി. അത്രയും ബുദ്ധിമുട്ടാവുന്നുണ്ടായിരുന്നു കേട്ടോ. വിചാരിച്ച പോലത്തെ സംഭവം ഒന്നും അല്ലേ. ഇവരെന്നോട് പറഞ്ഞു അതൊരു 25 പ്രാവശ്യം ഇരുന്ന് എഴുന്നേറ്റാ മതിയെന്ന് കേട്ടോ. ഞാൻ ഇവരുടെയൊക്കെ കാലും കൈയും പിടിച്ച് എന്നെ ഒന്ന് രക്ഷിക്കുക, എന്നെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് ഇവര് നിൽക്കുന്നില്ലേ. അങ്ങനെ ഞാൻ അവിടെ തളർന്നു കുത്തി ഇരുന്നു കേട്ടോ. നടക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവർ എന്നെ കൊണ്ട് 3 പ്രാവശ്യമായിട്ട് അത് ചെയ്യിപ്പിച്ചു കേട്ടോ. ഒന്നും പറയണ്ടേ, ട്രെയിനർ പിടുത്തം വിടുന്നേ ഇല്ല കേട്ടോ. നമ്മള് പേഴ്സണൽ ട്രെയിനിങ് ആണല്ലോ, ട്രെയിനറാണ് കൂടെ ഉണ്ട്. ഞാൻ കരഞ്ഞിട്ട് യാചിച്ചു കേട്ടോ, എന്നെ ഒന്ന് വിടറാന്ന് ആരും കേട്ടില്ല. എല്ലാവരും അത് ചെയ്തിട്ട് എഴുന്നേറ്റാ മതി എന്ന് പറഞ്ഞാൽ ഇത് പണ്ടത്തെ ചെയ്തതുപോലെ തന്നെ ഇട്ടിട്ട് ഇറങ്ങി പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ചങ്കും പുറവും പൊട്ടി പോവോന്ന് ഓർത്തിട്ട് ഞാൻ അതും പിടിച്ചോണ്ട് നിന്നു കേട്ടോ. കരഞ്ഞോണ്ടൊക്കെയാണ് ചെയ്തത്. എണ്ണം പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇവരെന്നെ വിടൂലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ അതങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കേട്ടോ. തപ്പട് വിടാൻ മുട്ടുന്നുണ്ടായിരുന്നേ, അത്രയും വിഷമാവുമായിരുന്നു കേട്ടോ. കാലാണോ വേദനിക്കുന്നേ പുറാണോ വേദനിക്കുന്നേന്ന് ഒന്നും അറിയത്തില്ലേ. ഇരുന്നിട്ട് അങ്ങോട്ട് എഴുന്നേക്കാൻ പറ്റിയില്ല കേട്ടോ. ഇന്ന് അങ്ങനെ ചുമ്മാ ഇരിക്കുമായിരുന്നല്ലോ ഇക്കാലം എത്രയും. അതുകൊണ്ട് കേട്ടോ അങ്ങനെ ആയിപ്പോയത്. ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.